ഞാൻ എന്താടാ വൈറലാവാത്തെ? അങ്ങനെ ഇപ്പൊ പോകണ്ട, ഞാൻ വൈറലായിട്ട് പോയാ മതി. നീ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. വൈറലായി കിടക്കുന്ന 4 ഷോർട്സ് എടുത്ത് റീക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ എന്തായാലും വൈറലാവും. എങ്ങനെയാണ് എന്റെ ബുദ്ധി? പക്ഷെ നമുക്ക് ഒരു ചാനലിൽ നിന്ന് ഒരു ഷോർട്സ് മാത്രം റീക്രിയേറ്റ് ചെയ്താൽ പറ്റൂ. അതെ, നമ്മൾ ആ 4 വീഡിയോ കണ്ടുപിടിച്ചു. ആദ്യത്തേത് DKMCയുടെ ഈ വീഡിയോ. 1, 2, 3 ഇതിലായിരിക്കും ചൂസ് ചെയ്യേ. നമ്മളെപ്പോഴും ഫസ്റ്റ് ആണ് പ്ലാൻ ചെയ്യാറ് എന്ത് കാര്യമായാലും. ഒന്ന് അതാണ് ലൈഫിൽ നല്ലൊരു ഡിസിഷൻ എടുത്തിട്ട് 1, 2, 3 അത് ഭയങ്കര സ്പീഡായില്ല. 2 എന്നിട്ട് ചോയ്സുകൾ നന്നായി വരുന്നു. നിങ്ങളാണ് രണ്ടാമത്തേത് പെർഫെക്റ്റ് ഗെയിമിംഗ് വെച്ചാണ്ട് ഈ വീഡിയോ. ഹേ ഗൈസ്, എന്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ളത് മൈൻക്രാഫ്റ്റിലെ സാധാ വാളാണ്. അതിന് നമ്മൾ TNT വെച്ച് കത്തിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ പൊട്ടും ഗൈസ്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൽ തന്നെ. മൂന്നാമത്തേത് ഈയിടെ ഗെയിമിംഗ് ഷോട്ട്സ് ഇട്ട് വൈറലായ ഈ മച്ചാൻ സത്തമാ ഗെയിമർ. ഇതിന് സ്വർണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇക്രിയിടും. എന്തിനാണ് ഞാൻ കൊടുക്കേണ്ടി വരുമോ? മോനെ കുട്ട ക്യൂട്ട് ബോയ്, എന്നാ സ്വർണ്ണം എടുക്ക്. അവൻ എടുത്തലയാ, വീണ്ടും എടുത്തു. അവസാനത്തേത് നമ്മുടെ സോളോ ബൈ. ഞാൻ എന്റെ S24 അൾട്രയിൽ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തിരിക്കും. ഇതിൽ ഏറ്റവും ഈസി DKMCയുടെ വീഡിയോ ആണ്. കാരണം അതിൽ നമുക്കും കാണിക്കേണ്ട ആവശ്യമില്ല. ആകെ വേണ്ടുന്ന കുറച്ച് മോഡ്സും പിന്നെ ഒരു കൂട്ടുകാര. ഞാൻ ഓൾറെഡി ആ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞു. വലിയ ഗുണമൊന്നുമില്ല, കണ്ടു നോക്ക്. 1, 2, 3 ഇതിലേതാണ് ചൂസ് ചെയ്യുന്നത്? ഞാൻ 1. അത്യാവശ്യം നല്ല സാധനം കിട്ടി. 1, 2, 3 ഇതിലേതാണ് ചൂസ് ചെയ്യുന്നത്? 3. ഓക്കെ, ചൂസുകളൊക്കെ ആയിട്ട് വരുന്നു. അടുത്ത 1, 2, 3 ഇതിലേതാണ് ചൂസ് ചെയ്യുന്നത്? ലക്കി നമ്പർ 1. ഓക്കെ, അടുത്ത 1, 2, 3 ഇതിലേതാണ് നീ ചൂസ് ചെയ്യുന്നത്? 2. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, 1, 2. ഇനിയാണ് ശരിക്കുള്ള കളി. ഞാൻ ഇവർ ചെയ്ത പോലെ അഭിനയിക്കണം. ആദ്യം BGMന്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണുന്നുണ്ട്. ഹേ ഗൈസ്, എന്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് മൈൻക്രാഫ്റ്റിന്റെ സാധാ വാളാണ്. അവിടെ നമ്മൾ TNT വെച്ച് കത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊട്ടും ഗൈസ്. നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് വാളാണ് ഗൈസ്. TNT വെച്ച് പോലും പൊട്ടിക്കാൻ പറ്റില്ല ഗൈസ്. സോ അതിനുവേണ്ടി ആകെപ്പാടെ ആവശ്യമായിട്ടുള്ളത് സ്റ്റേഴ്സ് ആൻഡ് വാട്ടർ ആണ് ഗൈസ്. ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റേഴ്സ് ഇങ്ങനെ എടുത്ത് നിരത്തി വെക്കുക. സ്റ്റേഴ്സ് ഇതേപോലെ നിരത്തി വെക്കുക. എന്നിട്ട് സ്റ്റേഴ്സ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വാട്ടർ ഫില്ല് ചെയ്യുക ഇതേപോലെ. ഇത് നമ്മുടെ ഫസ്റ്റ് ലെയർ ആണ്. ഇതേപോലെ നമ്മൾ സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്യണം ഇതേപോലെ. സോ അപ്പോൾ നമ്മൾ റോഡ് 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ആക്കി നോക്കിയോ. സോ അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ഉണ്ടാക്കി. ഇനിയിപ്പോൾ തേർഡ് ലെയർ ആണ്, അതുകൂടെ നമ്മൾ ചെയ്യാം. സോ നമ്മൾ TNT ഒക്കെ എത്ര വെച്ചിട്ടുണ്ട് നമുക്ക് കത്തിച്ച് നോക്കാം. ഇത് പൊട്ടോ ഇല്ലയോ എന്നറിയാം. ഇപ്പോൾ ഇത് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓൾസോ ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇത് പൊട്ടോ ഇല്ലയോ എന്ന്. പൊട്ടിയില്ല. അപ്പോൾ സംഭവം വർക്കിംഗ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ അത് പൂർത്തിയായി. ഇനി ഗെയിമർ തത്തമ്മ. മേ ബി ഈ വീഡിയോയിലെ ഏറ്റവും ടഫായിട്ടുള്ള കാര്യം നമ്മളിതിന് സ്വർണ്ണം ഇട്ട് കൊടുത്തത് നമ്മൾ ഇക്കിടും. എന്താണ് മോനെ കുട്ട വാട്ട് എ ക്യൂട്ട് ബോയ്. ഇത് ഇങ്ങോട്ട് പോകാനെ കളഞ്ഞു. ഹലോ മോനെ, നിനക്ക് ഇത് ഇട്ടാ തിന്നോടാ. ചെറുതൊന്നും തരൂലേ. എന്റെ 2 സ്വർണ്ണം കെട്ടി ഏമർത്തമ്മയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്ക്. എടാ നമ്മൾ ഇതിന്റെ സ്വർണ്ണം ഇട്ട് കൊടുത്താൽ നമ്മൾ ഇക്കിളിടും. എന്തിനാണ് കൊടുക്കേണ്ടി വരുമോ? ബോയ് സ്വർണ്ണം എടുക്കുവോ? അവ എടുത്തളിയാ. വീണ്ടും എടുത്തോ? ടെൻഷൻ ആയില്ലേ നീ? എടുത്തോ. നീ എന്റെ ആളായിട്ട് ഇവിടെ അങ്ങ് കൂടിക്കോ. ഇതിന് കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇതിന് 2 സ്വർണ്ണം കട്ടി കൊടുത്തത്? ചെറുതൊന്നും തരൂല്ലേ പന്നി. എന്റെ 2 സ്വർണ്ണം കട്ടി തിരിച്ചാണോ പന്നി? ഇതിന് കൊല്ലാൻ പറ്റുമോ? സന്തോഷമായി കേട്ടാ, അവന്റെ സ്വർണ്ണം കട്ടി കൊണ്ട് പോയപ്പോ പട്ടി. അതിനെ ഇഷ്ടപ്പെട്ടളിയാ. ഞാനാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ ഇങ്ങോട്ട് പോയി നോക്കട്ടെ. എടാ കൂടെ വരുന്നതാ. അവസാനത്തേത് S24 അൾട്ര
കഥ പൂർത്തിയായി, ഇനി സിനിമയാക്കണം. കഥ പൂർത്തിയായോ? താ നോക്കട്ടെ. ഇതൊക്കെയാണ്. റെഡിയാണോ? എങ്കിൽ വാ നമുക്ക് ചെയ്യാം. ആക്ഷൻ. ഫൈനലി ഗൈസ്, എന്റെ ആദ്യത്തെ സിനിമ റിലീസ് ആവാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടിന് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. വെയിറ്റ്, വാട്ട്? ഓക്കെ, ഞാൻ ആ ഷോട്ട്സ് കംപ്ലീറ്റ് ആയി. ആൻഡ് ഇറ്റ്സ് ടൈം ടു അപ്ലോഡ്. ഓ, എനിക്കൊന്നും വയ്യടേ. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് ആൻഡ് നമുക്ക് നോക്കാം ഈ കമൻ്റൊക്കെ എങ്ങനെ വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ. ഓക്കെ, കമൻറ്റ് വ്യൂസ് എല്ലാം നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. വൈറലായി കാണുമോ? അത് നല്ല സീക്വൻസിയുടെ വീഡിയോ ആണ്. സീക്വൻസിയുടെ വീഡിയോയിൽ എങ്ങനെയാണ് കമൻറ്റ്സ് കാര്യങ്ങൾ ഈ മ്യൂസിക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിട്ട സീക്വൻസിയുടെ വീഡിയോയ്ക്ക് 5.1K വ്യൂസ് ഇട്ടിട്ടുണ്ട്. 63 വ്യൂസും ഉണ്ട്. അങ്ങനെ ഒരു 5K വ്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 8K ആണ്. അപ്പോൾ ഈ 8K എന്ന് 5K നല്ല രീതിയിൽ പെർഫോം ചെയ്തെന്നാണ് അർത്ഥം. ആരും നമ്മളെ കോപ്പി ചെയ്യാനായിട്ടൊന്നും കണ്ടിട്ടില്ല. ദാറ്റ്സ് എ വിൻ സിറ്റുവേഷൻ ബ്രോ. ആകെ പറഞ്ഞിട്ടുള്ളത് ഈ വിച്ച് മോഡ്, ഏതൊക്കെ മോഡ് യൂസ് ചെയ്തുകൊണ്ട്, പിന്നെ ഇൻസ്റ്റൻറ്റ് ഗീവ്, അതൊക്കെ എനിക്കറിയാവുന്ന ആൾക്കാരാണ്. അല്ലാതെ വേറൊരു ഇതുമില്ല അതിനകത്ത്. ആൻഡ് അടുത്തത് നമ്മുടെ പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ്റെ വീഡിയോ ആണ്. അതിൽ എത്ര കിട്ടുമെന്ന് ദൈവത്തിന് അറിയാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ വീഡിയോയ്ക്ക് കിട്ടിയേക്കുന്ന വ്യൂസ് ആണ് 13K. ഓക്കെ, ആൻഡ് 450 അടുപ്പിച്ച് ലൈക്ക് ഉണ്ട്. ഇതിനകത്ത് 46 കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് സബ്സിഡിയൻ ബ്രോ, ഇത് PGM ചെയ്തതല്ലോ. കോപ്പി എന്ന് പറയാനായിട്ട് എത്ര പേരുണ്ടോ നോക്കാം. 1 2 3 4 5 6 7 8 കമൻസ്. 8 കമൻസ് ആണ് നമുക്ക് ഈ ഇതിനെപ്പറ്റി വന്നിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും കീഴിലായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇവൻ ഇട്ട കമൻ്റാണ്. ആനിമേഷൻ അനൂപ് എന്ന് പറഞ്ഞ അവൻ്റെ കമൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇത് നീ ഉണ്ടാക്കിയതല്ല എന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാമെന്ന്. ഞാൻ വളരെ എൻജോയ് ചെയ്തു ആ കമൻറ്റ്. ഇനി അടുത്തത് നമ്മുടെ ഗെയിമർ തത്തമ്മയുടെ. ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ വീഡിയോയ്ക്കകത്ത് എല്ലാം പറഞ്ഞേക്കുന്നത് തത്തമ്മ ഗെയിമർ, ഗെയിമിംഗ് തത്തമ്മ അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ അറിയാതൊക്കെ പറഞ്ഞു പോകണം പ്രാന്ത് പിടിക്കുമ്പോൾ. അല്ലാതെ യാതൊരു ഇതുമില്ല. എനിക്കറിയാം ഓൾറെഡി ഗെയിമർ തത്തമ്മ എന്നാണെന്ന് അറിയാം. പക്ഷേ തത്തമ്മ ഗെയിമിംഗ്, ഗെയിമിംഗ് വിത്ത് തത്തമ്മ അങ്ങനെ കണ്ടൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്തൊക്കെയോ തത്തമ്മ ഗെയിമിംഗ്, തത്തമ്മ ഗെയിമർ, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. സോറി ഗെയിമർ തത്തമ്മ, സോറി. എൻ്റെ സോറി നിങ്ങൾ സോറി, നിങ്ങളെൻ്റെ സോറി വാങ്ങിക്കണം. ഓക്കെ, ചീട് കരയുന്നു. ഓക്കെ, കുറച്ച് നേരത്തിന് ചീവിൻ്റെ ശബ്ദം കേൾക്കും. സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഗെയിമർ തത്തമ്മയുടെ വീഡിയോ ഒക്കെ ഞാൻ പെർഫോം ചെയ്ത് നോക്കാം. അതാണ് ഏറ്റവും ഞാൻ മെനക്കെട്ട് ഈ വീഡിയോകളിലെല്ലാം ഏറ്റവും മെനക്കെട്ട സാധനം അതാണ്. നോക്കാം അതിനകത്ത് എത്ര ഉണ്ട്. ഓക്കെ, ഗെയിമർ തത്തമ്മയുടെ വീഡിയോ കിട്ടിയേക്കുന്നത് 1.5K വ്യൂസ് ആണ്. ആവറേജ് ആയിട്ടേ ഉള്ളൂ. ബട്ട് കമൻറ്റ് 14 കമൻറ്റും 30 ലൈക്കും ഉണ്ട്. അതിനകത്ത് ഒരുത്തൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ദിസ് ലാംഗ്വേജ്. അപ്പം ഞാൻ പറഞ്ഞു മലയാളമെന്ന്. ആകെ 3 കമൻറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ അവന്മാരോട് റിപ്ലൈ അയക്കുന്നതാണ്. 14 കമൻറ്റ് എന്ന് പറഞ്ഞത്. അതിനകത്ത് വന്നൊരു കമൻറ്റാണ് കോപ്പി ക്യാറ്റ്. അടുത്തതാണ് നമ്മുടെ സോളോ വൈനറിൻ്റെ ഗെയിം വീഡിയോ. ആദ്യമേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടോ. ഞാൻ എൻ്റെ റെഡ്മി നോട്ട് 8 ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് റെഡ്മിയിൽ നിന്ന് തന്നെ ഒരു കോള് വന്നു. എടാ ചെറുക്കാൻ, വീഡിയോയിൽ മൊണ്ണത്തരം കാണിച്ചോണ്ടിരിക്കാതെ ആ ഗെയിം എടുത്ത് കളാ, ഇല്ല നിന്റെ കയ്യിൽ നിന്ന് അത് പൊട്ടിത്തെറിക്കും. ചുമ്മാ റെഡ്മിക്ക് പേരുദോഷം ഉണ്ടാക്കി വെക്കാനായിട്ട്. അൺഇൻസ്റ്റാളിന് മുന്നേ ശേഷമുള്ള വ്യത്യാസം ഇപ്പോഴായി ഈ മണ്ടന് മനസ്സിലായി. നിങ്ങളുടെ ഗെയിം പ്ലേയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഗോ ഫോർ റെഡ്മി. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ടൈം
അതിന് എത്ര വ്യൂസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സമയമായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ആക്ച്വലി അതിന് 2K വ്യൂസാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എങ്ങനെ ടേൺ ഓഫ് ആയി, എങ്ങനെയാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. യൂട്യൂബ് കിഡ്സ് വഴിയല്ല, ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കാര്യങ്ങളൊന്നും അതിനില്ല. എന്തുകൊണ്ടാണ് കമൻറ്റ് ടേൺ ഓഫ് ആയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെ നമ്മൾ ഇട്ട 4 വീഡിയോസിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്തത് പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ്റെ ആ ഒരു വീഡിയോയ്ക്കായിരുന്നു. 2ാമത് നമ്മുടെ CKMC, 3ാമത് സോളോ വിനർ, 4ാമത് നമ്മുടെ ഗെയിമർ തത്തമ്മയുടെ ആ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ എന്ത് മനസ്സിലാക്കാം? നമ്മൾ കോപ്പി അടിച്ച് വീഡിയോ ഇടുമ്പോൾ അതിന് നമ്മൾക്ക് വളരെയധികം ബാക്ക്ലാഷുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും നമ്മളെ വീഡിയോകളല്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള വീഡിയോകൾ ഉണ്ടാക്കണം. ഇന്നത്തേന് നിങ്ങൾക്ക് പോവാം. അടുത്ത വീഡിയോ ഇട്ട് ഞാൻ പിന്നെയും വരും. അതുവരെ ബൈ ബൈ.